പാഠം 558 പെൺകുട്ടികൾ പഠിക്കട്ടെ. ഹലോ, നമസ്കാരം സാർ, സുലൈമാനാണ്. എന്താ സുലൈമാൻക്ക രാവിലെ? എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇന്ന് തരാമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഇന്ന് തരാമെന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞാൽ ഇന്ന് തന്നിരിക്കും. സുലൈമാൻക്ക രാവിലെ 10 വില്ലേജ് വന്നാൽ മതി. വലിയ ഉപകാരം സാർ. ശരി. എന്താണ് സാറേ, രാവിലെ തന്നെ വലിയ ഗൗരവത്തിലായിരുന്നല്ലോ വർത്താനം. ആരായിരുന്നു? ടൗണിൽ ഫർണിച്ചർ കട നടത്തുന്ന സുലൈമാനിക്ക. അങ്ങേരുടെ മകളുടെ കല്യാണമാണ് അടുത്ത മാസം. അതിനായി ഒരു ലോൺ എടുക്കണമെന്ന് പറഞ്ഞ് സഹകരണ ബാങ്കിൽ ചെന്നിരുന്നു. ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റുമായി ചെല്ലണമെന്ന് സെക്രട്ടറി പറഞ്ഞു. എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാ സുലൈമാനിക്ക, നല്ല മനുഷ്യനാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലോൺ ശരിയായി കൊടുക്കണമെന്ന് ഞാൻ ബാങ്കിലെ സെക്രട്ടറി അരവിന്ദൻ സാറിനോടും പറഞ്ഞിട്ടുണ്ട്. മകളുടെ കല്യാണം നടത്താൻ ലോൺ, ഇത് സ്ഥിരമാക്കിയേക്കുന്ന ഒരു ന്യായോ? അതെന്താ മോഹനേട്ടാ, മകന്റെ കല്യാണം നടത്താൻ ആരും ലോൺ എടുക്കാതെ? മകന്റെ കല്യാണം കഴിക്കാൻ ലോൺ എടുക്കുന്നത്? സാറിന് ഉത്തരം മുട്ടിയല്ലേ? പെൺകുട്ടിയുടെ വീട്ടുകാർ ലോൺ എടുത്ത് സ്ത്രീധനമായി കൊടുത്ത കാശ് ആണിന്റെ വീട്ടുകാര് കൈ നീട്ടി വാങ്ങി കല്യാണം നടത്തും. അല്ലെങ്കിൽ കല്യാണം പെണ്ണിന്റെ വീട്ടിൽ വെച്ച് നടത്തി ചെലവ് മുഴുവൻ പെണ്ണിന്റെ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാക്കും. മോഹനേട്ടൻ ഇപ്പൊ ശുപാർശ ചെയ്തതേ ഒരു കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാനുള്ള കാശിന് വേണ്ടിയാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ക്രിമിനൽ കുറ്റമാണ്. അച്ഛൻ മകൾക്ക് അവളുടെ ആവശ്യത്തിന് കൊടുക്കുന്ന പൈസ സ്ത്രീധനമല്ല. ഇതൊക്കെ വെറും പറച്ചിലല്ലേ മോഹനേട്ടാ? ഇങ്ങനെ കൊടുക്കുന്ന കാശ് ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം ചെലവാക്കാൻ സാധിച്ച ഏതെങ്കിലും ഒരു വീട് മോഹനേട്ടർ കാണിച്ചു തരാമോ? ലോൺ എടുത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ആളുകൾക്ക് മടിയാ. ലോൺ എടുത്ത് കല്യാണം നടത്താം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാശ് അവരുടെ കല്യാണത്തിന് ചെലവാക്കുന്ന ഒരു വിചിത്രമായ നാടാണ് നമ്മുടേത്. വെറുതെ അല്ല ഈ നാട് നന്നാവാത്തത്. ഉത്തമനാണല്ലോ, രാവിലെ എന്തൊരു കോളുമായിട്ട് വന്നിരിക്കുകയാണല്ലോ. പോക്കരടിയോ മുച്ചിട്ടുള്ളി ആയിരിക്കും കേസ്. നമസ്കാരം വക്കീലെ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വക്കീല് പ്രശ്നത്തിൽ ഇടപെട്ടേ പറ്റൂ. ഉത്തമൻ കാര്യം പറ. നമ്മുടെ സദാശിവൻ ചേട്ടനില്ലേ, കോടതിയിലെടുത്ത് പച്ചക്കറി കട നടത്തുന്ന സദാശിവൻ ചേട്ടൻ. സദാശിവൻ ചേട്ടന്റെ മോള് ലക്ഷ്മി ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ശിവൻകുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നാണ് അവള് പറയുന്നത്. എന്താ പ്രശ്നം? എന്റെ വക്കീലെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമസ്കാരം സാർ. അന്ന് 4 ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്താണ് സദാശിവൻ ചേട്ടൻ ലക്ഷ്മിയെ കെട്ടിച്ചു വിട്ടത്. അവൾ അവിടെ ചെന്ന അന്ന് മുതൽ തുടങ്ങി ശിവൻകുട്ടിയുടെ ഉപദ്രവം. നിസ്സാര കാര്യത്തിന് പോലും വഴക്കുണ്ടാക്കുക, ദേഹോപദ്രവം ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കാശും ചോദിക്കും. കല്യാണം നടത്തിയതിന്റെ പേരിൽ തന്നെ നല്ല കടം ഉണ്ടായിരുന്നു സദാശിവൻ ചേട്ടന്. എന്നിട്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി പിന്നെയും കാശ് അവന് കൊടുത്തോണ്ടിരുന്നു. കാശ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ശിവൻകുട്ടി ഹാപ്പിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും തല്ലും ചവിട്ടും. മടുത്തപ്പോ ലക്ഷ്മി ഇറങ്ങി അങ്ങ് വീട്ടിൽ പോയി. ബന്ധം വേർപെടുത്താൻ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദാശിവൻ ചേട്ടായി. വക്കീലിനെ ഇവിടെ വന്നൊന്ന് കാണാൻ അനുവാദം ചോദിച്ചു. കൊള്ള, നല്ല ഒന്നാന്തരമായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ലക്ഷ്മി. അവളെനിക്ക് നന്നായിട്ട് അറിയാം. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അന്ന് ഞാൻ സദാശിവൻ ചേട്ടന്റെ കാല് പിടിച്ച് പറഞ്ഞതാണ് അവള് പഠിക്കട്ടെ, കല്യാണമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാന്ന്. സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? വക്കീല് പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പെട്ടുപോയില്ലേ, ഇനിയിപ്പോ രക്ഷപ്പെടാനുള്ള വഴി നോക്കണ്ടേ. സദാശിവൻ ചേട്ടനോട് ഇങ്ങോട്ട് വക്കീലിനെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീല് ദൈവത്തെ ഓർത്ത് അങ്ങേരോട് ഒന്നും പറയരുത്. ആകെ തകർന്നിരിക്കുകയാണ് അങ്ങേര്. തകർന്നത് അങ്ങേര് മാത്രമല്ലല്ലോ ഉത്തമ. 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ലക്ഷ്മിയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പോ 3 വർഷമേ ആയിട്ടുള്ളൂ. അവളുടെ ജീവിതം തകർത്തതിന് ആര് സമാധാനം പറയും? ഞാൻ ഇപ്പൊ മോഹനേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ, ലോൺ എടുത്ത് പെൺപിള്ളേരുടെ കല്യാണം നടത്തുന്നതിന് മുന്നേ അവരെ പഠിപ്പിച്ച് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് അച്ഛനമ്മമാര് ചെയ്യേണ്ടത് എന്ന്. സാറ് ഇപ്പൊ എന്തു പറയുന്നു? ഏതായാലും സദാശിവൻ ചേട്ടനോട് വരാൻ പറ. എനിക്ക് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ കേസ് കയറി നമുക്ക് ആലോചിക്കാം. ഓ ശരി ശരി, വലിയ ഉപകാരം. മോഹനേട്ടൻ ഇപ്പൊ എന്ത് പറയുന്നു? സാധാരണ നിസ്സാര കാര്യങ്ങൾക്ക് ന്യായം പറയുന്നതല്ലേ? ന്യായം ഇപ്പോഴും പറയും.
വിവാഹപ്രായമായ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയപ്പിക്കേണ്ടത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അതവർ ചെയ്തു, അത്രേ ഉള്ളൂ. മോഹനേട്ടാ, പെൺകുട്ടികളുടെ കല്യാണം നടത്തലല്ല അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തം. അവരെ പഠിപ്പിക്കുക, വലിയ ആളാക്കുക, സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ കല്യാണം കഴിക്കണമെന്നൊക്കെ പെൺപിള്ളേരെ തീരുമാനിച്ചോളും. ആമേ, നീ ഈ പറയുന്ന കേട്ടാ തോന്നും ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതെന്ന്. വിദ്യാഭ്യാസവും ജോലിയുമുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. പലരും ബന്ധം വേർപെടുത്തുന്നുണ്ട്. ഉണ്ട്. സ്വന്തമായി ജോലിയുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അവക്ക് ജീവിക്കാനുള്ള വരുമാനമെങ്കിലും ഉണ്ടായിരുന്നില്ലേ? ലക്ഷ്മിക്ക് എന്താ ഉള്ളത്? വിദ്യാഭ്യാസം ഉണ്ടോ? ജോലിയുണ്ടോ? ഇനി എങ്ങനെ ജീവിക്കും? അവളുടെ അച്ഛനവളെ നോക്കും. അങ്ങനല്ലേ വേണ്ടത്? ആ മനസ്സ് അന്ന് കാണിച്ച് അവളുടെ പഠിത്തം പൂർത്തിയാക്കാൻ സമ്മതിച്ചിരുന്നു എങ്കില് ഇപ്പോ അവള് നോക്കേണ്ടി വരുമായിരുന്നു. മോഹനേട്ടാ, പെൺകുട്ടികൾക്ക് അഭിമാനവും ധൈര്യവും ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസവും ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടാവണം. സ്വന്തം മക്കളോട് അവര് പെൺകുട്ടികളായി പോയതിന്റെ മാത്രം പേരിൽ അച്ഛനമ്മമാര് തന്നെ ഇങ്ങനെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലോ? ശരി, ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്ക്. എത്ര വലിയ വഴക്കുണ്ടായാലും മോഹനേട്ടൻ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയില്ല. എന്താ കാരണം? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോന്ന് മോഹനേട്ടൻ അറിയാം. കുടുംബജീവിതമാകുമ്പോ ഭാര്യ ഭർത്താവിനെ പേടിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യ പേടിക്കാൻ നല്ലതല്ലേ? അതിന് വിദ്യാഭ്യാസം വേണം. സദാശിവൻ ചേട്ടനായിരിക്കും. ഇന്നെന്തായാലും നടണം പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം. നമസ്കാരം വക്കീലെ. നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ. സദാശിവൻ ചേട്ടൻ എന്തിനാ വന്നത്? ഞാൻ ഉത്തമനോട് പറഞ്ഞിരുന്നു. ഉത്തമൻ പറഞ്ഞു. പക്ഷെ അത് പോരല്ലോ. സദാശിവൻ ചേട്ടൻ തന്നെ കാര്യം പറ. മോളെ ജീവിതം വലിയ കഷ്ടപ്പാടാ. ഇനിയും ശിവൻകുട്ടിയോടൊപ്പം താമസിക്കാൻ പറ്റില്ലെന്നാ അവള് പറയണേ. ദേഹോപദ്രവവും വഴക്കും അത്രയ്ക്കുണ്ട്. പോരാത്തതിന് സ്ത്രീധനം ചോദിച്ചുകൊണ്ടുള്ള ഉപദ്രവം വേറെയും. ലക്ഷ്മിയുടെ കല്യാണം നിശ്ചയിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സദാശിവൻ ചേട്ടനോട് പറഞ്ഞതാണ് അവള് പഠിക്കട്ടെ എന്ന്. അപ്പൊ സദാശിവൻ ചേട്ടൻ പറഞ്ഞു പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്തിനാണ് എന്ന്. എങ്ങനെങ്കിലും അവളെ കെട്ടിച്ചയച്ച് ഉത്തരവാദിത്തം തീർക്കാൻ നോക്കി. എന്നിട്ട് ഇപ്പൊ എന്തായി? തെറ്റുപറ്റിപ്പോയി വക്കീലെ. കല്യാണപ്രായമായ ഒരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുമ്പോ ഒരച്ഛനുണ്ടാകുന്ന വേവനാതി വക്കീലിനറിയാമല്ലോ. ആ വെപ്രാളത്തിൽ പറ്റിപ്പോയതാ. ശരി, ഇനിയിപ്പോ ബന്ധം ഒഴിയാൻ കേസ് കൊടുത്തെന്നും ബന്ധം ഒഴിഞ്ഞെന്നും തന്നെ കരുതുക. ലക്ഷ്മി എവിടെ താമസിക്കും? എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഓ, ശിവൻകുട്ടിക്ക് വേണ്ടാന്ന് കരുതി എന്റെ മോളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? കല്യാണപ്രായം മാത്രമല്ല, കല്യാണം തന്നെ കഴിഞ്ഞൊരു പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ സദാശിവൻ ചേട്ടന്റെ ഒരു വേവലാതിയുമില്ല, വെപ്രാളവുമില്ല. ശവത്തിൽ കുത്തല്ലേ വക്കീലെ. അബദ്ധം പറ്റിപ്പോയി. എത്ര എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞു അബദ്ധം പറ്റിയെന്ന്. നിങ്ങളുടെ മോളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉത്തരവാദിത്വം തീർക്കാനുള്ള വ്യഗ്രതയിൽ നിങ്ങൾ അവളുടെ പഠിത്തം മുടക്കി. ജീവിതത്തിലെ നല്ല നാളുകളുടെ സന്തോഷം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. അവൾക്ക് അവകാശപ്പെട്ട പണം പോലും ശിവൻകുട്ടി കൊണ്ടുപോയി. ഇതെല്ലാം ലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ ചെയ്തതാണല്ലോ. പെൺകുട്ടികളെ ഒരു ഭാരമായി കാണുന്ന എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്നത് ഇതാണ്. പെൺകുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ ആരും ഓർക്കാറില്ല. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ തീരുമാനം. അവരെല്ലാം അനുസരിച്ചോളണം. കാരണം എന്താ? അവള് പെണ്ണാണ്. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഈ ജീവിതത്തിൽ എന്റെ മോൾക്ക് ഒരു കുറവും വരുത്തില്ല. ഞാൻ നോക്കൂ അവളെ. വക്കീല് തൽക്കാലം ആ ബന്ധം ഒഴിവാക്കാൻ ഒന്ന് സഹായിക്കണം. അതൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് വ്യവസ്ഥയുണ്ട്. എന്താ വക്കീലെ? ഒന്ന്, സ്ത്രീധനമായി അന്ന് കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനായി ശിവൻകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ കിട്ടുന്ന കാശ് ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ ബാങ്കിലിടണം. ശിവൻകുട്ടി കാശ് തിരിച്ചു തരുമോ? അത് ഞാൻ വാങ്ങിച്ചോളാം. ശിവൻകുട്ടി കാശ് തന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടല്ലേ ഞാൻ ഈ തൊഴിലിൽ ഇറങ്ങിയത്. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ, ലക്ഷ്മിയുടെ നിന്നുപോയ പഠിത്തം വീണ്ടും തുടരണം. അവക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം പഠിക്കാനുള്ള അവസരം അവക്ക് കിട്ടണം. അത് ചെയ്യാൻ വക്കീലെ. എങ്കിൽ ഞാനിന്ന് വൈകിട്ട് സദാശിവൻ ചേട്ടന്റെ വീട്ടിലേക്ക് വരാം. ലക്ഷ്മിയോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. ശരി, അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. ആഹാ,
ഇത്ര പെട്ടെന്ന് റെഡിയായോ? നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അത്രയൊന്നും പറയണ്ടായിരുന്നു. എങ്ങനെ പറയാതിരിക്കും മോനേട്ടാ? അന്ന് കല്യാണം നിശ്ചയിച്ചപ്പോ ലക്ഷ്മി എന്നെ കാണാൻ വന്നതാ. അവൾക്ക് ആ കല്യാണം വേണ്ട, അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ. ഞാനൊന്ന് സംസാരിക്കുകയും ചെയ്തതാണ്. അന്ന് സദാശിവൻ ചേട്ടന്റെ ഭാവം ഇതൊന്നും അല്ലായിരുന്നു. എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. അന്ന് ലക്ഷ്മിയെ പഠിക്കാൻ വിട്ടിരുന്നെങ്കില് അവൾ ആരെങ്കിലും ഒക്കെ ആവില്ലായിരുന്നു. ഇങ്ങനെ വീട്ടുകാരെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ചയച്ച് എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരേണ്ടവരല്ലേ. അവരങ്ങനെ ആയിരുന്നെങ്കിൽ സമൂഹത്തിന് അത് ഗുണം ചെയ്യില്ലായിരുന്നോ? നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഒരു കാര്യത്തിലൊഴികെ. അതേത് കാര്യം? നീ എന്നെ ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ല. ശരിക്കും ആലോചിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ലെങ്കിൽ വൈകിട്ട് എന്നോട് ചോദിച്ചാൽ മതി, അപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോവല്ലേ. കാര്യം എന്താന്ന് വെച്ചാ പറ മോനോട്ടാ. ഇപ്പൊ എന്തായാലും ഞാനത് പറയില്ല. നീ പോയി കഴിക്കാൻ എടുത്ത് വെക്ക്. എനിക്ക് ആഫീസ് പോകാനുള്ളതാ. അതെ, പറ 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 പറ. എന്നാലും ആ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഇത്ര പെട്ടെന്നങ്ങ് മറന്നു പോണ ശരിയല്ലല്ലോ. ആലോചിക്ക. ചെല്ല്. ഞാൻ പറഞ്ഞത് സത്യോ ശിശുപാലൻ ചേട്ടാ. ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാ ഞാൻ ഫാത്തിമയെ കണ്ടത്. അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുക. എന്ത് ചെയ്യാനാ സ്വയംപ്രഭ സാറേ? സ്വന്തം മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മമാർക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കുണ്ടാവും? എന്നാൽ ഇത് ഭയങ്കര ദ്രോഹമായിപ്പോയി. ആ പെങ്കൊച്ചിന്റെ ഭാവി ഇതോടെ തീരില്ലേ? എന്താണ് ഗൗരവത്തിലൊരു ചർച്ച? ഏത് പെൺകുട്ടിയുടെ ഭാവിയാണ് തകരുന്നത്? അതുപോലെ ഫർണിച്ചർ കട നടത്തുന്ന സുലൈമാനിക്കയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കി വെക്കാൻ ഞാൻ കാഞ്ചിനോട് പറഞ്ഞിരുന്നു. എന്തായത്? എഴുതി വെച്ചിട്ടുണ്ട് സർ. ഇതാ. നല്ലത്. 10:30 സുലൈമാനിക്ക് വരും. സാർ, സുലൈമാനിക്ക താമസിക്കുന്നത് എന്റെ വീടിന്റെ അടുത്താ. എനിക്ക് ആ വീട്ടുകാരെ പണ്ടേ അറിയാം. സുലൈമാനിക്കയുടെ മോള് ഫാത്തിമ +1 പഠിക്കുക. അവളുടെ കല്യാണം നടത്താനാ സുലൈമാനിക്ക ലോൺ എടുക്കുന്നത്. നന്നായി പഠിക്കുന്ന കുട്ടിയാ സാറേ. കല്യാണം കഴിയുന്നോടെ അതിന്റെ പഠിപ്പ് തീരും. 16 വയസ്സേ ഉള്ളു സാർ. ഇപ്പോഴേ അതിന്റെ കല്യാണം നടത്തുന്നത് കഷ്ടമല്ലേ? ഇന്നലെ ഫാത്തിമ ഞാൻ കണ്ടിരുന്നു. അവള് വലിയ സങ്കടത്തില. അവൾക്ക് പഠിക്കണമെന്ന ആഗ്രഹം. പക്ഷെ സുലൈമാനിക്ക സമ്മതിക്കുന്നില്ല. അപ്പൊ ശരി. സാർ, സുലൈമാൻ വന്നിട്ടുണ്ട്. അതിന് അല്ല, സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിക്കുക. ഞാൻ കൊടുത്തോളാം. മോളുടെ കല്യാണം അടുത്ത മാസം. കാശ് ഒരുപാട് വേണം. ബാങ്ക് ലോൺ കൊണ്ടൊന്നും ഒന്നും ആവില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം നടത്തണമെങ്കിൽ എന്താ ചെലവ്? നമസ്കാരം സാർ. സുലൈമാനിക്ക വരൂ. കണ്ടിട്ട് വരാം. ശരി. ഇത് സുലൈമാനിക്കയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. കൃത്യമായ രേഖകളോട് അപേക്ഷിക്കുന്ന ആർക്കും
ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് തരാൻ വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് പിടിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. സുലൈമാനിക്കയുടെ മകൾ ഫാത്തിമയുടെ വിവാഹം നടത്താനാണ് സുലൈമാനിക്ക ലോൺ എടുക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. അതെ സാർ, വിവാഹം കെങ്കേമായിട്ട് നടത്താനാ പരിപാടി. ഫാത്തിമയ്ക്ക് എത്ര വയസ്സായി? 16. നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം 18 വയസ്സ് പൂർത്തിയാകാതെ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നറിയാമോ? ഓ, അത് നിയമം നോക്കിയെല്ലാം നടത്താൻ പറ്റുമോ സാറേ? ഞാൻ സുലൈമാനിക്കയ്ക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നത് നിയമം നോക്കിയാണല്ലോ. ഫാത്തിമ പഠിക്കാൻ മിടുക്കിയാണെന്ന് സ്വയംപ്രഭ പറഞ്ഞു. പഠിക്കാൻ കഴിവുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ലേ ഒരു ബാപ്പയുടെ കടമ. കല്യാണത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ നിങ്ങൾ ചെലവാക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പകുതി ഉണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കാമല്ലോ. പഠിച്ച് മിടുക്കിയായി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ലേ? ആരെയും ആശ്രയിക്കാതെ കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ മോളെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം സുലൈമാനിക്കയ്ക്കില്ലേ? എന്റെ സാറേ, പെൺപിള്ളേരെ പഠിപ്പിക്കാൻ കാശ് മുടക്കാതെ നഷ്ടക്കച്ചവടമാണ്. പഠിപ്പ് കഴിഞ്ഞിട്ട് കെട്ടിച്ചാലും ഈ കാശൊക്കെ അന്നും ചെലവാകും. സുലൈമാനിക്കയുടെ മകളല്ലേ ഫാത്തിമ? വീട്ടിൽ വളർത്തുന്ന മൃഗമൊന്നുമല്ലല്ലോ. എങ്ങനെയെങ്കിലും ബാധ്യത തീർത്ത് ഒഴിവാക്കാവുന്ന ഒരു ബന്ധമാണോ ഒരു ബാപ്പയും മകളും തമ്മിലുള്ളത്? എന്റെ സാറേ, ദേ പെൺപിള്ളേര് പഠിച്ചിട്ട് എന്ത് വില പറിക്കാനാ? സുലൈമാനിക്ക, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ത്രീ പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഒരു സ്ത്രീ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായിട്ട് എത്രയോ സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. സുപ്രീം കോടതി ജഡ്ജിയായും ലോക്സഭാ സ്പീക്കറായും സ്ത്രീകൾ വന്നിട്ടുണ്ട്. എത്രയോ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, കലാകാരികൾ. എന്റെ ഭാര്യ ഒരു വക്കീലാണ്. എന്നെങ്കിലും ഞാൻ മരിച്ചു പോയാലോ, ഞാൻ ഉപേക്ഷിച്ചു പോയാലോ തകർന്നു പോകാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തന്റെ ഇടവും വരുമാനവും അവൾക്കുണ്ട്. അതൊക്കെ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായതല്ലേ? നാളെ ഫാത്തിമ ആരാകും നമുക്കറിയില്ല. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളായി കഴിയുമ്പോ സുലൈമാനിക്കയ്ക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയില്ലേ എന്റെ മകൾ മിടിക്കണമെന്ന്? സാറ് പറയുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ മകളുടെ കല്യാണം ഞാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ അത് നടത്തുകയും ചെയ്യും. ഇപ്പൊ തീരുമാനിച്ച തീയതിക്ക് എന്തായാലും കല്യാണം നടക്കില്ല. 18 വയസ്സാകാത്ത മകളുടെ കല്യാണം നടത്താൻ സുലൈമാനിക്ക ശ്രമിച്ചാൽ അത് എങ്ങനെയാണ് തടയേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ആ വഴിക്ക് നീങ്ങുമ്പോ സുലൈമാനിക്കയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ പ്രായത്തിൽ ജയിലിൽ കിടക്കാനുള്ള വഴി നോക്കണോ? സാറെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ കാര്യം പറഞ്ഞതാ. പഠിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാത്ത ന്യായങ്ങളുടെ കാര്യം പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. കെ മോഹനകൃഷ്ണൻ ഒരു വാക്കു പറഞ്ഞാൽ അത് സാധിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്തായാലും അടുത്ത 2 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ ഫാത്തിമയുടെ കല്യാണം നടത്തില്ല. ബാക്കി സുലൈമാനിക്ക് തീരുമാനിക്കും. ചെല്ലണം. സാർ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇക്കാര്യം നേരത്തെ പറയുമായിരുന്നു. എന്തായാലും വളരെ നന്ദിയുണ്ട് സാർ. ആ നന്ദി എനിക്കുള്ളതല്ല, എന്റെ വക്കീലിനുള്ളതാ. ഹലോ, മോനേഷ് സാറിന്റെ വീടല്ലേ? അതെ. സാർ എത്തിയില്ലേ? ഇല്ല, മോഹനേട്ടൻ വരാൻ സമയാവുന്നേ ഉള്ളൂ. എന്റെ പേര് സുലൈമാനെന്നാ. ഞാൻ ടൗണിൽ ഒരു ഫർണിച്ചർ കട നടത്തുക. രാവിലെ വിളിച്ചയാളല്ലേ? അതെ. ഞാനൊരു സർട്ടിഫിക്കറ്റിന് ആവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. എന്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് ഒരു ലോൺ എടുക്കാനായിരുന്നു. മോനേഷ് സാറ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. പക്ഷെ മോടെ കല്യാണ കാര്യത്തിന് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. ഫാത്തിമെന്ന അവളുടെ പേര്. 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് വിടാതെ മോളെ പഠിപ്പിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം എതിർത്തു. അപ്പൊ സാർ ചൂടായി. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും പറഞ്ഞു. വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോ ഫാത്തിമയും പറഞ്ഞു അവക്ക് പഠിക്കണോന്ന്. അവസാനം ഞാൻ സമ്മതിച്ചു. ഫാത്തിമയ്ക്ക് വലിയ സന്തോഷമായി. മോനേഷ് സാറിനോടൊരു നന്ദി പറയണമെന്ന് അവള് പറഞ്ഞുകൊണ്ട് വിളിച്ചതാ. വില്ലേജ് ഓഫീസിൽ വിളിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു.
മോഹനേട്ടൻ വരാൻ നേരെ ആവുന്നതേ ഉള്ളൂ. വരുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ശരി. അത് ശരി, വില്ലേജ് ഓഫീസർ അപ്പൊ എന്നെയും കടത്തി വെട്ടി. എത്തിയല്ലോ സാറ്. സാറാള് കൊള്ളാലോ. ആളുകളെ വിരട്ടുകാരെ സാധിക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് മോഹനേഷ സാറിനല്ലേ? വരട്ടിയോ? ആരെ? ആ, എല്ലാം ഞാൻ അറിഞ്ഞു. ടൗണിൽ ഫർണിച്ചർ കട നടത്തുന്ന സുലൈമാനിക്ക വിളിച്ചിരുന്നു. മോഹനൻ സുലൈമാനിക്കയോട് സംസാരിച്ചതും പേടിപ്പിച്ചതും എല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ പേടിപ്പിച്ചിട്ടൊന്നുമില്ല, കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. പറഞ്ഞു കേട്ടിടത്തോളം ആ കുട്ടി പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കട്ടെ. സുലൈമാനിക്ക വിളിച്ചെന്തിനാന്നറിയോ? വീട്ടിൽ ചെന്ന കാര്യം പറഞ്ഞപ്പോ ഫാത്തിമയ്ക്ക് ഭയം. ഇനിയിപ്പോ അവള് പഠിക്കട്ടെ എന്ന് സുലൈമാനിക്ക പറയുന്നത്. അങ്ങനെ എന്റെ വില്ലേജ് ഓഫീസർ ഇന്നൊരു നല്ല കാര്യം ചെയ്തു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സാധാരണ ഞാൻ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാണോ? അങ്ങനെയല്ല. ഇന്ന് മോഹനേട്ടൻ ചെയ്തത് എന്നും മോഹനേട്ടൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് വലിയ കാര്യമാണ്. ഇനി ഫാത്തിമ പഠിക്കും, പഠിച്ച് മിടുക്കിയാവും. ഒരുപക്ഷെ അവൾ ഉയർന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയോ, ഒരു ഡോക്ടറോ, ഒരു ശാസ്ത്രജ്ഞയോ, ഒരു സാമൂഹ്യ പ്രവർത്തകയോ, ചിലപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറോ ഒക്കെ ആയെന്നിരിക്കും. അന്ന് അവൾ ഒരുപാട് നന്ദിയോടെ മോഹനേട്ടനെ ഓർക്കും. ചിലപ്പോ അവളൊരു ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു വക്കീലായെന്നും ഇരിക്കും. അങ്ങനെയായാൽ വേറെ ഒരുപാട് പെൺകുട്ടികളുടെ പ്രശ്നങ്ങളിൽ അവൾ ഇടപെടും, അവരെയൊക്കെ രക്ഷിക്കുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ മോഹനേട്ടൻ പോയത്. ഞാൻ പറഞ്ഞ ഏതോ ഒരു കാര്യത്തിൽ ന്യായമില്ലായിരുന്നു എന്ന്. എന്താ അത്? നീ ഇത്ര ആലോചിച്ചിട്ട് പിടിയിട്ടില്ല. നീ രാവിലെ പറഞ്ഞു നിനക്ക് വിദ്യാഭ്യാസവും ജോലിയും ഉള്ളത് കൊണ്ടാണ് വഴക്കുണ്ടാകുമ്പോൾ നിന്നോട് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയാത്തത്. അങ്ങനെ പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോകും എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന്. ഞാൻ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറയാതിരിക്കുന്നത് നിന്നെ പേടിച്ചിട്ടല്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നീ ഇറങ്ങിപ്പോയാ പിന്നെ എനിക്ക് ആരും അറിയാന്നുള്ളതുണ്ടല്ലേ. സത്യം സത്യം. മോഹനേട്ടൻ അങ്ങനെ ഇറങ്ങി പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. ഈ വില്ലേജ് ഓഫീസറോടാണെങ്കിൽ എനിക്ക് മുടിഞ്ഞ പ്രേമാണ് താനും. കുട്ടികളെ നമ്മളെ പോലെ ആവാൻ നിർബന്ധിക്കരുത്. വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ പോലെ ആകാം. കാരണം കാലം മുൻപോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞത് ഖലീൽ ജിബ്രാനാണ്. കുട്ടികൾ പഠിക്കുകയും മുതിർന്നവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലത് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.